ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും വിസിബിൾ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മനുലാൽ. ഇന്ന് ഞാൻ പതിവ് പോലെ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോയുമായിട്ടാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുള്ളത് കൂടുതലും ഇതുപോലുള്ള അൺബോക്സിംഗ് റിവ്യൂ വീഡിയോസാണ്. അതെല്ലാം കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ നല്ലവരായിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്. സ്ട്രിഫ് എന്ന കമ്പനിയുടെ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ ചീപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന മറ്റ് ലാപ്ടോപ്പ് സ്റ്റാൻഡുകളെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്. ഇതിനോട് അറ്റാച്ച് ചെയ്യുവാനുള്ള ഒരു മൊബൈൽ സ്റ്റാൻഡും കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ വില കുറവുമാണ്, എന്നാൽ ക്വാളിറ്റിക്ക് ഒട്ടും മോശമില്ലാത്ത രീതിയിലുള്ള രണ്ട് ഉപയോഗങ്ങൾ നമുക്ക് ഇതുമൂലം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഉപകാരപ്രദമായിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയങ്ങൾ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് വന്ന സ്ട്രിഫ് എന്ന ലാപ്ടോപ്പ് സ്റ്റാൻഡിൻ്റെ ബോക്സ്. അപ്പോൾ ഇതൊരു നല്ല ബോക്സ് പാക്കാണ്, നല്ല പാക്കേജിംഗ് ആണ്. ഈ ബോക്സിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു 3-4 കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സിമ്പിൾ ആൻഡ് പോർട്ടബിൾ, അതുപോലെ പറയുകയാണെങ്കിൽ 8 ലെവൽ ആംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ എർഗണോമിക് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാം. ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡിൽ ലാപ്ടോപ്പ് വെച്ചിരിക്കുന്നു, അതുപോലെ സൈഡിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ്. ആ മൊബൈൽ സ്റ്റാൻഡിൽ ഒരു മൊബൈൽ വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അഡാപ്റ്റ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാപ്ടോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ മുകളിൽ വരികയാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എർഗണോമിക് ഡിസൈൻ മേക്സ് ദ ലാപ്ടോപ്പ് ഹയർ ആൻഡ് മോർ കംഫർട്ടബിൾ ടു യൂസ്. അതുപോലെ ഹോളോ ഓഫ് ഡിസൈൻ അപ്ലൈഡ് ഇൻ ബ്രാക്കറ്റ് ഫോർ ഹീറ്റ് ഡിസിപ്പേഷൻ ഓഫ് നോട്ട്ബുക്ക് ലാപ്ടോപ്പ്. അതായത് ഒരു എർഗണോമിക് ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എർഗണോമിക് ഡിസൈൻ. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡിൽ നമുക്ക് മൊബൈൽ, അതുപോലെ ടാബ്ലറ്റ്, നോട്ട്ബുക്ക്, PC, അതുപോലെ ഈവൻ ബുക്ക് വരെ വെച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഒരു 25 കിലോയോളം വരുന്ന ലാപ്ടോപ്പുകൾ ഇതിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിനൊരു 770 ഗ്രാം വെയിറ്റ് ഉണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അത്രയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ വെയിറ്റ്. അതുപോലെ ഇതിൽ 8 ലെവൽ ആംഗിൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് PC ആണെങ്കിൽ നമ്മുടെ കണ്ണിന് നേരെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ലാപ്ടോപ്പ് നമ്മൾ കുനിഞ്ഞ് നോക്കിയാണ് നമ്മൾ ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ച് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ കണ്ണിന് നേരെ നമുക്ക് അത് വെച്ച് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ പോർട്ടബിൾ ആൻഡ് ഈസി ടു ക്യാരി, നമ്മൾ ബാഗിലൊക്കെ വെച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോയി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒന്നാണ്. അതുപോലെ 10 മുതൽ 17 ഇഞ്ച് വരെയുള്ള കമ്പ്യൂട്ടർ ഇതിൽ കമ്പാറ്റബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ സൈറ്റ് അഡ്രസ്സും അതുപോലെ ബാർകോഡും ഒക്കെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് വന്നിട്ട് ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇവിടെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് ഈ പ്രോഡക്റ്റ് പുറത്തെടുക്കാം. ഇവിടെ ഒരു ഓപ്പണിങ് അവർ കൊടുത്തിരിക്കുന്നു. ആ ഓപ്പണിങ് നല്ല തുറന്ന് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വെളിയിലെടുക്കാം. ബോക്സ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് സ്റ്റാൻഡ്. സ്ട്രിഫ് എന്നുള്ള ബ്രാൻഡിങ് ഇവിടെ ആയിട്ട് കാണാം. ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് ഓക്കെ മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ് ഇതിൻ്റെ 8 ആംഗിൾ അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ നില വെച്ചാൽ
അവിടെ വെച്ച് യൂസ് ചെയ്യാം. ഇത് ഏറ്റവും ലോവർ പൊസിഷനാണ് ഇപ്പോൾ കാണുന്നത്. മുകളിലോട്ട് ഇങ്ങനെ ഓരോ പൊസിഷൻ ചേഞ്ച് ചെയ്ത് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഏറ്റവും ഹയർ പൊസിഷനാണ്. ഇതിൽ വയ്ക്കുമ്പം ലാപ്ടോപ്പ് ഇങ്ങനെ ഇവിടെ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇവിടെ റബ്ബർ ഗ്രിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്നത് റബ്ബർ ഗ്രിപ്പുകളാണ്. കണ്ടേ, ഇത് ഇവിടെയൊക്കെ റബ്ബർ ഗ്രിപ്പുകളാണ്. ലാപ്ടോപ്പ് അത് സ്ലൈഡ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ റബ്ബർ ഗ്രിപ്പുകളൊക്കെയും ഇവർ കൊടുത്തിരിക്കുന്നത്. ഇത് ലാപ്ടോപ്പ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ, അതായത് എയർ വെൻറ്റിലേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓവർ ഹീറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണ ലാപ്ടോപ്പ് നമ്മൾ ഏതെങ്കിലും പ്രതലത്തിലും മേശപ്പുറത്തോ ഒക്കെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അത് ഓവർ ഹീറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹീറ്റ് ഡിസിപ്പേഷൻ, അതായത് എയർ സർക്കുലേഷൻ, എയർ വെൻറ്റിലേഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇങ്ങനെ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എയറൊക്കെ നല്ല രീതിയിൽ പോയി ഓവർ ഹീറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ലാപ്ടോപ്പിനെ അത് സംരക്ഷിക്കുന്നതാണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. വളരെ കോമ്പാക്റ്റാണ്. ഇത് ഒരു 1 year വാറണ്ടി ഇവർ പറയുന്നുണ്ട്. അതുപോലെ ഒരു 10 days റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അവർ നൽകുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് തരും. 10 ദിവസത്തിനുള്ളിൽ നമ്മൾ അറിയിക്കണമെന്ന് മാത്രം. ഇതിൻ്റെ അടിഭാഗത്തൊക്കെയും പ്ലാസ്റ്റിക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്തായിട്ടും 4 റബ്ബർ ഗ്രിപ്പ് നമുക്ക് ഇവിടെ കാണാം. എന്തായാലും ഇത് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആണ്. ഇവിടെ ലാപ്ടോപ്പിനെ താങ്ങി നിർത്താനായിട്ടുള്ള 2 ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഞാനിനി ഒരു ലാപ്ടോപ്പ് ഇതിൽ എടുത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം. അത് സിമ്പിളാണ്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അതവിടെ ഇരുന്നോളും. അതിലേക്ക് മൊബൈൽ എടുത്ത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. മൊബൈൽ അവിടെ നല്ല രീതിയിൽ ഇരുന്നോളും. ഞാനിപ്പോൾ എൻ്റെ മാക്ബുക്ക് പ്രോ ഇവിടെ എടുത്ത് വയ്ക്കുകയാണ്. മാക്ബുക്ക് നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വയ്ക്കാം. ഇനി ഞാനിതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മാക്ബുക്ക് ഇതിൽ നല്ല സൂപ്പറായിട്ട് ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ മാക്ബുക്ക് നമുക്ക് വെച്ച് വർക്ക് ചെയ്യാം. കുറച്ചുകൂടെ ഹൈറ്റ് താഴ്ത്തണമെങ്കിൽ അത് എടുത്ത് താഴ്ത്തി വെച്ചിരുന്നാൽ മതി. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര രീതിക്ക് വേണമെങ്കിലും. എൻ്റെ ഒരു ഐസൈറ്റിന് ഇപ്പോൾ വന്നിരിക്കുകയാണിത്. വെച്ച് ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇതിലൊരു ബുക്ക് എടുത്ത് വെച്ച് അതുകൂടി ഒന്ന് നോക്കാം. ലാപ്ടോപ്പ് എടുത്ത് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഒരു സ്ഥാനത്ത് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു ബുക്ക് നമുക്കിതുപോലെ എടുത്ത് വെച്ച് നമുക്ക് വായിക്കുകയോ പഠിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ വീഡിയോ. ഈ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ലാപ്ടോപ്പ് സ്റ്റാൻഡിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പതിവായി പറയാറുള്ളത് പോലെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുവാൻ മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.